വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അൽ മസ്ഹൂക്കി കേരളത്തിലേക്ക്. മലയാളി അറബ് സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും വ്യാപാരപരമായും കൈകോർക്കുവാനും പാരമ്പര്യമായുള്ള സൗഹൃദം നിലനിർത്തുവാനും തൻ്റെ മുത്തച്ഛൻ തുടങ്ങിവെച്ച വ്യാപാര സൗഹൃദവും സാംസ്കാരിക സൗഹൃദവും ഒക്കെ കാലങ്ങളോളം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മൻസൂക്കി കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരൻ അൽ മൻസൂക്കി കേരളം സന്ദർശിച്ചു. പാളയം പള്ളിയിൽ അദ്ദേഹത്തിന് വൻപിച്ച സ്വീകരണം നൽകി. അതിലെ വിശദാംശങ്ങളിലേക്കാണ്. മലയാളി എന്നും മാറോടണയ്ക്കുന്ന, മലയാളിയെ എന്നും സ്നേഹിക്കുന്ന അറബികളും അറബികളെ എന്നും സ്നേഹിക്കുന്ന മലയാളികളും ഇഴപിഴിയാത്തൊരു ബന്ധമാണ്. ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാനാണ് അത്രേ അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം. ബേപ്പൂരിൽ നിന്ന് കപ്പൽ മാർഗം എങ്ങനെയാണ് അറേബ്യൻ നാടുകളിലെത്തിയത്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും കാലങ്ങളോളം ആ സൗഹൃദം നിലനിൽക്കണമെന്ന ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, വിദ്യാഭ്യാസപരമായി രാജകുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും തൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായും ഉള്ള തങ്ങളുടെ പങ്കാളിത്തവും കേരളത്തിൽ ഊട്ടിയുറപ്പിക്കുവാനും രാജകുടുംബാംഗങ്ങളുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. അറബ് സമൂഹത്തെ പ്രതികരിക്കുന്ന വാണിജ്യപ്രതിയായ അൽ മസ്ഹൂക്കി കുടുംബത്തിന്റെ മൂന്നാം ജനറേഷന്റെ ലീഡറായ എക്സലൻസി മുഹമ്മദ് അബ്ദുള്ള ഇബ്രാഹിം അൽ മസ്ഹൂക്കി ഈ കേരള നാട് സന്ദർശിക്കാൻ വന്നതിന്റെ പരിസമാപ്തിക്കുന്ന അവസാനത്തെ സമ്മേളനം അദ്ദേഹത്തെ കോഴിക്കോട്ട് ഇന്ത്യൻ പത്രത്തിന്റെ 25ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അർച്ചനം സ്വീകരിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൈതൃക നഗരമായ ബേപ്പൂരിൽ നിന്നും കപ്പലുകൾ നിർമ്മിക്കുന്ന ബേപ്പൂർ തുറമുഖത്തിൽ നിന്നും കപ്പലുകൾ വാങ്ങി അറേബ്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തിലൂടെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മുടെ നിലമ്പൂർ തേക്കും നമ്മുടെ നാളികേര ഉൽപ്പന്നങ്ങളുമായി അറേബ്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തുള്ള പ്രമുഖ പട്ടണങ്ങളിൽ വിൽപ്പന നടത്തിയ ഒരു ചരിത്ര പാരമ്പര്യമാണ് അൽ മസ്ഹൂക്കി. അദ്ദേഹത്തിന്റെ പിതാവ് ഗ്രാൻഡ് ഫാദറിന് ശേഷം ബിസിനസ് ഏറ്റെടുത്തു. ബേപ്പൂർ തുറമുഖത്തിൽ കൊണ്ടുപോയ കപ്പലുകളിൽ 2 ഇപ്പോഴും ദുബായിൽ അൽ മസ്ഹൂക്കി കുടുംബത്തിൻ്റെതായി ട്രേഡിംഗ് നടത്തുന്നു. 1986 ആദ്യമായി അദ്ദേഹത്തിന്റെ പിതാവിനോടൊപ്പം ബാലനായിരുന്നപ്പോൾ ബേപ്പൂർ തുറമുഖത്തെ കപ്പൽ വാങ്ങാൻ. ഇത് ഒരു അവിസ്മരണീയ നിമിഷങ്ങളായി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് കേരളത്തിൽ വരുമ്പോൾ തൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ പാദമുദ്രകൾ പതിഞ്ഞ ബേപ്പൂർ തുറമുഖത്തിൽ സന്ദർശിച്ചു വേണം കേരളത്തിന്റെ സഞ്ചാരം ആരംഭിക്കാൻ. ഞങ്ങൾ ബേപ്പൂർ തുറമുഖത്ത് പോയി അവിടെ കപ്പൽ നിർമ്മിക്കുന്ന ഇപ്പോഴത്തെ സത്യൻ എന്ന് പറയുന്ന ആള് ഖത്തർ രാജവംശത്തിന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിന്റെ ഞങ്ങൾ കണ്ടു. അതൊക്കെ കണ്ട അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടുകൂടി അവിടെ ഡിക്ലെയർ ചെയ്തു, ഈ ബേപ്പൂർ തുറമുഖത്ത് തന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയാണോ ഈ കപ്പല് ഇവിടെ നിന്ന് കൊണ്ടുപോയത്, അതുപോലെ പൈതൃക ടൂറിസത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പദ്ധതി വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ആശയമാണ് അദ്ദേഹം കേരള ജനതയിൽ ഉള്ളത്. കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങളെയും കേരളത്തിന്റെ നാളികേര ഉൽപ്പന്നങ്ങളെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും ലോക വിപണിയിൽ അടയാളപ്പെടുത്തിയത് അറേബ്യൻ സമൂഹത്തിലെ കച്ചവടക്കാരാണ്. ബേപ്പൂർ തുറമുഖത്തിലെ കപ്പലുകളിലൂടെയാണ് ഈ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ലോക ജനതയ്ക്ക് എത്തിയത്. അതിൽ തിരുവിതാംകൂറിൽ ഒരു പ്രാധാന്യമുണ്ട്. ആദരണീയനായ ഉദ്ഘാടനത്തിരുന്ന മാർത്താണ്ഡവർമ്മ തിരുമനസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, മരുത്വ മലയിൽ വിളഞ്ഞിരുന്ന അത്യപൂർവങ്ങളായ സുഗന്ധ പുഷ്പങ്ങൾ അറബികൾ ഇവിടെ നിന്നും വാങ്ങി അതിനെ ഡ്രൈ ഫ്ലവേഴ്സ് ആക്കി അത്തരത്തിൽ അടക്കം ചെയ്ത്
രാജധാനി ഉള്ള പ്രഭുകുമാരിമാരുടെ മുടിയിൽ അണിഞ്ഞിരുന്ന ഗന്ധമൗഢങ്ങളായി വീട്ടിരുന്നത് അറേബ്യൻ സമൂഹത്തിലെ കച്ചവടക്കാരായി. ഇതൊരു ചരിത്ര സത്യമാണ്. അപ്പൊ നമ്മുടെ നാടുമായി ഇത്രയും വൈകാരിക ബന്ധമുണ്ടായിരുന്ന ഈ അറബികൾക്ക് ഒരിക്കൽ പോലും ഈ കപ്പലുകൾ ആയുധങ്ങളുമായി വന്നില്ല. ആയുധങ്ങളുമായി വന്ന യൂറോപ്യൻ കപ്പലുകൾ ഇവരെ അങ്ങോട്ട് നാട്ടിപ്പായിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നും അറേബ്യൻ സമൂഹത്തിന്റെ പ്രതിനിധികൾ നമ്മൾ സാഹോദര്യത്തോടുകൂടി ഗൾഫിന്റെ നാടുകളിൽ ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ അന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ഇനിയും ഈ കേരളത്തിൽ വന്ന് പണ്ട് എങ്ങനെയായിരുന്നു കച്ചവടം ചെയ്തത് അതുപോലെ ഒരു സാംസ്കാരികമായ പൈതൃകം വാണിജ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് സംയോജിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യവുമായിട്ടാണ് അൽ മസ്ഊദ് കേരളത്തിൽ കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമതായി അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അറേബ്യൻ മഹാസമുദ്രത്തിന്റെ തീരത്ത് തന്റെ മുത്തച്ഛന്മാർ നടത്തിയതുപോലെ ഉള്ള വാണിജ്യ കപ്പലൊരെണ്ണം നല്ല പൈതൃക ടൂറിസത്തിന്റെ മോഡലിൽ ഡിസൈൻ ചെയ്ത് ആഘോഷമായി ഈ ബേപ്പൂരിൽ എല്ലാ തുറമുഖങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മോഡേൺ ഹെറിറ്റേജ് ടൂറിസം പ്രൊജക്ട് ബേപ്പൂരുമായി പ്രവേശനം. 2, മലബാറിന്റെ ചരിത്രം ലോക നെറുകയിൽ അടയാളപ്പെടുത്തേണ്ട ഒരുപാട് പൈതൃക സ്തംഭങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹം ബേപ്പൂരിൽ വന്നപ്പോൾ ആദരണീയായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ KK അതുപോലെ തന്നെ മാതൃഭൂമിയുടെ ബേപ്പൂരിലെ സീനിയർ റിപ്പോർട്ടർ PT പത്മനാഭൻ സാർ ഇവരുടെ കളക്ഷൻസുമായിട്ട് അദ്ദേഹത്തെ കാണാൻ ആ കളക്ഷൻസ് ഒക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവരുടെ ചരിത്രങ്ങൾ അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മലബാർ ഹെറിറ്റേജ് കോൺക്ലേവ് എന്നൊരു ആശയം ചരിത്ര പണ്ഡിതന്മാരുടെ കയ്യിരിക്കുന്ന രേഖകളെ അമൂല്യനിധികളായ രേഖകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ റിസർച്ച് വിദ്യാർത്ഥികൾക്ക് മലബാറിന്റെ ചരിത്രവും ഇൻഡോ അറേബ്യൻ ബന്ധങ്ങളെ കുറിച്ചുള്ള അമൂല്യ രേഖകൾ സംരക്ഷിക്കുന്നവർ അവരുടെ ഫോട്ടോഗ്രാഫുകളും അവരുടെ ഗ്രന്ഥങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു മലബാർ ഹെറിറ്റേജ് കോൺക്ലേവ് ആ കഴിയുമെങ്കിൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോൺഫറൻസ് ഹാളിലോ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു പ്രിലിമിനറി കോൺഫറൻസ് ഇവയിൽ ചെന്നതിന് ശേഷം ദുബായിലും ഷാർജയിലുമുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും രാജഭരണങ്ങളുമായി പങ്കിട്ടതിന് ശേഷം അതിന്റെ പ്രിലിമിനറി കോൺഫറൻസ് ദുബായിലും നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് രണ്ടാമത്തെ. മൂന്നാമത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അൽ മസ്ഊദ് ഗ്രൂപ്പിന് 13 മേഖലകളിലാണ് വാണിജ്യ ബിസിനസ് നിലവിലുള്ളത്. അതിലൊരെണ്ണം വിദ്യാഭ്യാസ മേഖലയിലാണ്. ആദ്യമായി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് ദിശാബോധമുള്ള ഒരു വിദ്യാഭ്യാസം, നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും അറിയുന്ന ഒരു വിദ്യാഭ്യാസം നടപ്പാക്കാൻ കഴിയുമെന്ന് മഹാരാജ സ്വാധീനനാളിന്റെ പേര് ഒരു ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന് അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് കമ്പനി രജിസ്റ്റർ ചെയ്യുകയും അത് തുടക്കം കുറിക്കുകയും ചെയ്യാൻ പോകും. ഒരു വലിയ സാംസ്കാരിക ബന്ധങ്ങളുടെ സംഗമമാണ്. എല്ലാ മതവിഭാഗങ്ങളെയും തമ്മിലുള്ള കണക്ഷൻസ് പണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ മുത്തച്ഛന്മാർ ആ ഒരു സംസ്കൃതി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം. ഞങ്ങൾ ഇന്നലെ കുതിരമാളിയെ സ്വാധീനനാൾ മഹാരാജാവിന്റെ ദീപ്തസ്മരണകൾ നിലനിൽക്കുന്ന കുതിരമാളിയെ കൊട്ടാരത്തിൽ പോയി അവിടെ ഞങ്ങൾക്ക് കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് തിരുവിതാംകൂർ രാജവംശത്തിലെ തമ്പുരാട്ടിമാർ തിരുനാൾ ഗൗരി ഭവനി ഭായ് തമ്പുരാട്ടി, അച്ഛനിരുന്നാൾ ലക്ഷ്മി ഭായ് തമ്പുരാട്ടിയും ചേർന്ന് വളരെ ചരിത്രപരമായ പശ്ചാത്തലമുള്ള ഒരു ചരിത്ര ചിത്രം സ്വാധീനനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വാന നിരീക്ഷണ കേന്ദ്രം ട്രാവൻകൂർ ഒബ്സർവേറ്ററി സ്ഥാപിച്ചത് സ്വാധീനനാൾ മഹാരാജാവാണ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് അസ്ട്രോളജറെ കൊണ്ടുവന്നിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ ചരിത്രപരമായ പശ്ചാത്തലം വിശദീകരിക്കുന്ന ഒരു വലിയ ചിത്രം തിരുവിതാംകൂർ രാജകുടുംബം അദ്ദേഹത്തിന് സമ്മാനിച്ചു. ആ ചിത്രമായിരിക്കും വരാൻ പോകുന്ന സ്വാധീനനാൾ മഹാരാജ സ്വാധീനനാൾ ഇന്ത്യൻ സ്കൂളിന്റെ ആർട്ട് ഗാലറിയിൽ വരുന്ന ആദ്യത്തെ ചിത്രം. ഇത്തരം നമ്മുടെ പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, ഭാവനയുണ്ട്. അതുപോലെ ഗ്രീൻ ക്ലൈമറ്റ് ടെക്നോളജി നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള 2 വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം MOU സൈൻ ചെയ്തു. അത് അന്തരീക്ഷത്തിൽ നിന്നും
ജലം സ്വീകരിച്ച് സസ്റ്റൈനബിൾ വാട്ടർ കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ് IIT വിഭാവന ചെയ്യുന്ന ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഈ മെഷീൻ ഇദ്ദേഹത്തിന്റെ പ്ലാന്റിൽ അൽമസ്രൂഖി ഗ്രൂപ്പിന്റെ പ്ലാന്റിൽ അതിനെ വീണ്ടും ഉത്പാദിപ്പിച്ച് ബ്രാൻഡ് നെയ്യുമായി ലോക കമ്പോളത്തിൽ ഇന്ത്യയുടെ ഒരു ടെക്നോളജിയെ ഇന്ത്യയുടെ കമ്പോളത്തിൽ ഇറക്കുന്നതിനുള്ള പദ്ധതിക്ക് പദ്ധതി രേഖ പ്രാഥമികമായും അങ്ങനെ ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുന്ന ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, പാളയം പള്ളിയിൽ വന്ന് നിസ്കരിച്ച് എല്ലാവരോടും സമാധാനത്തിന്റെ യാത്ര പറഞ്ഞ് വീണ്ടും കൂടുതൽ അറബികളുമായി ഈ പ്രദേശത്ത് അനന്തപുരി വരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നിങ്ങളെ എല്ലാം കാണാൻ നിങ്ങൾ തന്ന പ്രത്യേകിച്ച് പാളയം ഇമാമൊപ്പം ഈ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർക്ക് അമൂല്യമായ വിഷയങ്ങൾ നിങ്ങൾ തന്ന എല്ലാ സ്വീകരണത്തിലും ഞങ്ങൾ നന്ദി പറയുന്നു. ഉദാഹരണത്തിലാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ 3 points Always, the big question from my side was that why our father, our grandfather, have a love story with the people of India and especially from Kerala. Today, in my trip of 4 days, I discovered your generous, your kindness, your good, warm, welcoming people of this country. Really, really, I appreciate you. I thank you, everybody, for your kindness. Indian people are really unbelievable compared to any other communities we have enjoyed. We have more than 200 communities. The biggest number of communities is Indians. And today, really, I know the value of India. Thank you, India. Thank you. കാര്യങ്ങൾ ചെയ്ത് കണ്ടില്ല അതല്ല السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين محمد وعلى آله وصحبه أجمعين. فضيلة الشيخ محمد عبد الله محمد المرزوقي وصديقه رئيس كليتنا وأصدقاؤنا وزملاؤنا. أمامنا رجل مشهور من دبي وتاجر وصانع من زمان ومن قديم ومن زمان كان يشتري أسرته السفن من كاليكوت من بيبور. والآن الشيخ محمد عبد الله محمد المرزوقي يزور في كيرلا مع ذكرياته في صغره ومع خبراته من بيبور. لو سمحتم أن أقدم أمامكم مقدمة موجزة لهذا المسجد باليم في فلندبرم، وهذا لتعريف ضيفنا الكبير المرزوقي. إخوتنا الكرام، فإن هذه المؤسسة ليست بمجرد مسجد فقط، وليست هذا المؤسسة مجرد مسجد فقط، أي مركز للعبادة والذكر. وهذه المؤسسة مركز للعبادة والذكر، ومع أنها مركز للبئام الاجتماعي والأخوة بين الأديان المختلفة. ففي موسم العيدين، في موسم الأضحى والفطر، يأتي الرهبان المسيحيون والهندوكيون
استقبالا لدعوتنا لاحتفال العيدين معنا. ويعتبر هذا المسجد مؤسسة تراثية في عاصمة كيرلا، ويعد هذا المسجد أيضا رمزا للبئام الديني في ولاية كيرلا. بجوار جدار هذا المسجد يوجد معبدا أو هيكلا هندوسيا، ويوجد أمام هذا المسجد ووراءه كنيستين مسيحيتين. وكل هذه المؤسسات تسير بشكل بردي للغاية دون أي نزاع وفي أي من الخلافات. وفي موسم احتفالات الهندوسيين والمسيحيين نتعاون معهم، وموقفنا في هذه الأمور كلها كما أشار القرآن: تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. وليس لهذا المسجد أي من التعصبات المذهبية والفرقية. وفينا ومعنا الأحناف والشافعيون والحنابلة والسلفيون وأهل الحديث وغيرهم من المذاهب. ونحن الآن في إعادة البناء لهذا المسجد وفي تنميتها، ومعه نحن في عملية جمع المساعدة المالية له. وشكرا للشيخ محمد عبد الله محمد المرزوقي والأصدقاء له للزيارة لنا، وسنرى أيضا إن شاء الله. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. هذا الرسم الذي അവിടെ സെറ്റ് ചെയ്യും. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.